പ്രിയ സ്നേഹിതരെ, ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് ആണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയെക്കുറിച്ച് അനേക കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. ഈ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തത് കുറേയെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരികയും അത് ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു എന്നും ആ പ്രാർത്ഥനയുടെ രീതിയും കാര്യങ്ങളും നിങ്ങളും അതിൻ്റെതായ മെച്ചപ്പെടുത്തി അതിൻ്റെ ശരിയായ രീതിയിൽ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഞാൻ കരുതട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ പെർഫെക്റ്റ് പൂർണ്ണത എത്തിയിരിക്കണം എന്നല്ല. നമുക്കറിയാവുന്ന വാചകങ്ങൾ നമുക്ക് ദൈവത്തോട് പറയുന്നതിന് വലിയ വാചക കസരത്തൊന്നും വേണ്ട. വലിയ പ്രാസം ഒപ്പിച്ച് ഗ്രാമർ ഒപ്പിച്ചൊന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ലേലും ദൈവത്തിന് മനസ്സിലാകും. കാരണം എൻ്റെ ഉള്ളിലെ ചിന്ത, എൻ്റെ മനസ്സിലെ ചിന്ത ഒക്കെയാണ് ദൈവം നോക്കുന്നത്. എൻ്റെ വാക്കുകളെക്കാൾ ഉപരി എൻ്റെ ഉദ്ദേശം എന്ത്, ആ വാക്കുകൾ പറഞ്ഞപ്പോൾ എന്തായിരുന്നു എൻ്റെ ഉള്ളിലെ ആഗ്രഹവും ചിന്തയും വികാരങ്ങളും എന്നൊക്കെയാണ് ദൈവം പ്രധാനമായി പരിശോധിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകാഗ്രത, അശ്രദ്ധ ഉണ്ടാകരുത്. ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദൈവം സർവശക്തനാണെന്നും സർവശക്തനായ ദൈവം എൻ്റെ ഏത് വിഷയത്തിനും മറുപടി തരുവാനും പരിഹാരം തരുവാനും നീക്കുപോക്ക് തരുവാനൊക്കെ കഴിവുള്ളവനാണ് എന്ന ഉത്തമ ബോധ്യത്തോട് വേണം നാം പ്രാർത്ഥിക്കാൻ. അല്ലാതെ പേരിനു വേണ്ടി പഴി തീർക്കാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ലല്ലോ എന്നാ പ്രാർത്ഥിച്ചേക്കാം, അല്ലെങ്കിൽ 5 മിനിറ്റ് പ്രാർത്ഥിക്കാം ഞാൻ ഏറ്റിരുന്നു, അല്ലെങ്കിൽ ഒരാൾ രോഗിയായിരിക്കുന്നു ആ ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരുന്നു അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് പഴി തീർക്കാൻ, അല്ലെങ്കിൽ ചടങ്ങ് നിർവഹിക്കാൻ, അല്ലെങ്കിൽ ജൽപ്പനം ചെയ്യുന്നു എന്ന നിലയിൽ ആകരുത് നമ്മുടെ പ്രാർത്ഥനകൾ. കാരണം പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വേറൊരു വാക്കുണ്ടല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരും, ആശയങ്ങൾ പറഞ്ഞു തരും, നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു തരും, ദൈവം ചെയ്യുന്നത് ദൈവം ചെയ്തു തരും, കാണിച്ചു തരും എന്നൊക്കെയാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പൊതുവേദിയിൽ പൊതുസദസ്സിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയോ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് എന്തിന് എന്ന് ചോദിക്കുന്ന പലരുണ്ട്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ, ദൈവത്തിന് കേട്ടുകൂടായോ, ദൈവം കേൾക്കത്തില്ലയോ, അതോ ദൈവം വളരെ ദൂരെ ഇരിക്കുന്നത് കൊണ്ടാണോ നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോടായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മനസ്സിൽ വരുന്നവരുടെ അറിവിനായിട്ട് പറയട്ടെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഉദ്ദേശം കൂടെ വ്യക്തമാക്കാം. അതായത് കുറച്ച് പേര് കൂടിയിരിക്കുമ്പോൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ആരെങ്കിലും ആഹ്വാനം നൽകിയാൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക. നമുക്കറിയാമല്ലോ, അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യസാധനത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പേര് കൂടി ഒരു അപേക്ഷ എഴുതി ഉണ്ടാക്കി എന്നിരിക്കട്ടെ. ആ അപേക്ഷയിൽ 10 പേർ ചേർന്നാണ് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ 10 പേരും അതിനകത്ത് ഒപ്പിടും. എന്താണ് ഒപ്പിടുന്നത്? ഞങ്ങളും ഈ അപേക്ഷ നൽകുന്നതിൽ പങ്കുവഹിക്കുന്നു, ഞങ്ങളുടെയും ആവശ്യമാണ് ഈ അപേക്ഷയിൽ എഴുതിയിരിക്കുന്നത് എന്നല്ലേ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെയാണ് ഒരു പൊതു സദസ്സിൽ ഒരാൾ ഈ സദസ്സിനെ വഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവത്തോട് ഒരു വിഷയം പറയുമ്പോൾ അത് കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കണം. അതിന് വ്യക്തതയോടും സ്പഷ്ടമായും എല്ലാവരും കേൾക്ക വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇനി പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് വേണം, അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്ന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ നാമം, പേരിലാണ് പ്രാർത്ഥന. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുവാൻ
യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. പാപം നിറഞ്ഞ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യവർഗം, മനുഷ്യരുടെ കൂട്ടം ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ ഒരു മാർഗം ദൈവം ഒരുക്കിയത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്. ഇനിയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആമീൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്താണ് ഈ ആമീൻ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപേക്ഷ എഴുതി 10 പേർ ചേർന്നൊരു അപേക്ഷ കൊടുക്കുമ്പോൾ ഈ 10 പേരും ഒപ്പിടുന്നത് പോലെ ഒരു സദസ്സിനെ വഹിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ സദസ്സിലുള്ള എല്ലാവരും ആ പ്രാർത്ഥന കേൾക്കുകയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, അല്ലെ അപേക്ഷ സമർപ്പിച്ചു കഴിയുമ്പോൾ അതിനോട് ചേർന്ന് ആമീൻ, ദൈവമേ ഞങ്ങളും ഈ വിഷയത്തിൽ ഈ അപേക്ഷ ദൈവത്തോട് കഴിച്ചിരിക്കുന്നു, അങ്ങനെ തന്നെയാണ് ആ പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് ഞങ്ങളുടെയും അപേക്ഷ എന്ന രീതിയിലാണ് നമ്മൾ ആമീൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെയും ശ്രദ്ധിക്കാം, പ്രാർത്ഥനയ്ക്ക് വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് മറുപടി തരട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ.